അച്ഛന്റെ ചുമലിലേറി രാഷ്ട്രീയത്തിലേക്ക് വന്നയാളെന്ന ചീത്തപ്പേര് മാറ്റിയെടുക്കുവാൻ കാലങ്ങൾ കഴിയേണ്ടി വന്നു കെ മുരളീധരൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ലീഡർക്ക്. കെ കരുണാകരൻ എന്ന കേരള മുൻ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ ചാണക്യനുമായ ലീഡർക്ക് പക്ഷെ തന്റെ മക്കളെ പിൻഗാമികളാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. മകനെയും മകളെയും പാർട്ടിയിൽ പ്രബലരാക്കുവാനും ജനപ്രതിനിധിയാക്കുവാനും ശ്രമിച്ചതിന്റെ പേരിലാകും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉൾപാർട്ടി എതിർപ്പുകൾ നേരിട്ടത്. അതിൽ തന്നെ മുരളീധരനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ ആഗ്രഹമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് ഉണ്ടായിരുന്നു. കരുണാകരന്റെ പ്രബല കാലത്ത്, അതായത് 1989 കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതാണ് മുരളീധരന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. UDF തരംഗം ആഞ്ഞുവീശിയ തിരഞ്ഞെടുപ്പിൽ CPMന്റെ ഇമ്പിച്ചി ബാവയെ പരാജയപ്പെടുത്തി മുരളീധരൻ പാർലമെന്റിലെത്തി. 1991 വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തിയതോടെ മുരളീധരൻ പ്രധാന നേതാക്കളുടെ നിരയിലേക്ക് ഉയരുവാൻ ആഗ്രഹിക്കുകയും അച്ഛന്റെ പാർട്ടിയിലേക്കുള്ള ശക്തി അതിനായി ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തു. എന്നാൽ എ ഗ്രൂപ്പിന്റെ കാലുവാരലിൽ 1996 വീരേന്ദ്രകുമാറിനോട് പരാജയമറിഞ്ഞ മുരളി 98 മണ്ഡലം മാറി തൃശൂരിൽ മത്സരിച്ചെങ്കിലും അവിടെയും പരാജയപ്പെട്ടു. ഒരു വർഷത്തിന് ശേഷം നടന്ന ഇലക്ഷനിൽ വീണ്ടും കോഴിക്കോട് നിന്ന് MP ആയ മുരളി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കോൺഗ്രസ് പാർട്ടിയിലെ എതിർപ്പുകളെ നേരിടാൻ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനെ ഉപയോഗിച്ച കരുണാകരന്റെ സമ്മർദ്ദ ഫലമായി ആന്റണി മന്ത്രിസഭയിൽ 2004 വൈദ്യുതി മന്ത്രിയായി MLA അല്ലാതിരുന്നിട്ടും മുരളീധരൻ നിയമിതനായി. മുസ്ലിം ലീഗാവട്ടെ തങ്ങളുടെ ഉറച്ച കോട്ടയായ വടക്കാഞ്ചേരിയിൽ സിറ്റിംഗ് MLAയെ രാജിവെപ്പിച്ച് ബൈ ഇലക്ഷനിൽ മുരളിക്ക് സീറ്റ് നൽകുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസവും ലീഗ് അണികളുടെ വിയോജിപ്പും കൂടിയായപ്പോൾ CPMലെ AC മൊയ്തീനോട് പരാജയം സമ്മതിച്ച് 2 മാസക്കാലത്തേക്ക് മന്ത്രിസ്ഥാനം മുരളിക്ക് രാജിവെക്കേണ്ടി വന്നു. ആ തോൽവിയോടെ കരുണാകരനും മുരളിയും പാർട്ടിയിൽ സന്ധിയില്ലാ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു. പരിണത ഫലമായി DIC എന്ന പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി LDFുമായി ചേർന്ന് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചു. അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDFിലെത്തിയ DICക്ക് പക്ഷെ അനുവദിച്ചു കിട്ടിയ 17 സീറ്റുകളിൽ ഒരാളെ മാത്രമേ സഭയിൽ എത്തിക്കാനായുള്ളൂ. അതേ തുടർന്ന് DIC ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP ലയിക്കുകയും ചെയ്തു. ഈ ലയനം കൂടെയുണ്ടായിരുന്ന നേതാക്കളെ മുരളിയുമായി അകറ്റുകയും അവർ തിരികെ കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തു. 2009 പാർലമെന്റ് ഇലക്ഷനിൽ ഒരു മുന്നണിയിലും പെടാതെ ഒറ്റയ്ക്ക് മത്സരിച്ച NCP നേതാവായ മുരളീധരന് വയനാട്ടിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. അതോടെ കോൺഗ്രസിലേക്ക് മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ച മുരളിയെ പക്ഷേ കോൺഗ്രസിലെടുക്കാൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള സീനിയർ നേതാക്കൾ അനുവദിച്ചതുമില്ല. നിരുപാധികം തിരിച്ചു വരാനുള്ള അപേക്ഷ പോലും തിരസ്കരിക്കപ്പെട്ടപ്പോൾ മുരളിയുടെ രാഷ്ട്രീയ ഭാവി അറിഞ്ഞെന്ന് കരുതിയവർക്ക് പക്ഷെ തെറ്റി. 2010 കരുണാകരന്റെ മരണത്തെ തുടർന്ന് രമേശ് ചെന്നിത്തലയുടെ അനുനയ ഫലമായി കോൺഗ്രസിലെത്തിയ മുരളിക്ക് 2011 നിയമസഭയിൽ വട്ടിയൂർക്കാവ് സീറ്റ് കിട്ടുകയുണ്ടായി. കോൺഗ്രസ് വിട്ട് CPM പിന്തുണയോടെ മത്സരിച്ച ചെറിയാൻ ഫിലിപ്പിനെ 10,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി MLA ആയ മുരളിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കോൺഗ്രസ് ഭരിച്ച ആ 5 വർഷക്കാലം ഒരു വിവാദവും ഉണ്ടാക്കാതെ MLA ആയി നല്ല നടപ്പ് തുടർന്ന മുരളിക്ക് മണ്ഡലത്തിൽ ക്ലീൻ ഇമേജ് ആയിരുന്നു. അത് മുതലെടുത്ത് 2016 കനത്ത വെല്ലുവിളിയുമായി എത്തിയ BJPയുടെ കുമ്മനം രാജശേഖരനെ മുട്ടുകുത്തിച്ചതോടെ പാർട്ടിയിൽ അദ്ദേഹത്തിന് വീണ്ടും നേതൃപദവികൾ കിട്ടിത്തുടങ്ങി. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM അവരുടെ തുറുപ്പുചീട്ടായ P ജയരാജനെ ഇറക്കിയപ്പോൾ കോൺഗ്രസ് അഭിമാന പോരാട്ടത്തിന് നിയോഗിച്ചത് K മുരളീധരനെ തന്നെ. പാർട്ടിക്ക് അയാളുടെ ജനപിന്തുണയിലുള്ള വിശ്വാസമാണ് ഇതിലൂടെ വെളിവാക്കപ്പെട്ടത്. 7 വർഷം യാതൊരു വിവാദത്തിനും പോകാതെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റിയപ്പോൾ മുൻപ് ശത്രുവായി കണ്ടിരുന്ന നേതാക്കളെല്ലാം ഗ്രൂപ്പ് ഭേദമന്യേ മുരളിയെ അംഗീകരിക്കുന്ന നിലയാണ് ഉണ്ടായത്. പിന്നീട് നിയമസഭയിലും തൃശൂർ ലോക്സഭയിലും പാർട്ടി തീരുമാനമനുസരിച്ച് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോഴും ആരോടും പരിഭവമില്ലാതെ തന്നിലെ പാർട്ടി അനുഭവം പ്രകടമാക്കിയ അദ്ദേഹം ഇനിയൊരു മത്സരത്തിനില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. സ്ഥാനമാനങ്ങളില്ലാത്ത മുരളിയെ ഹൈക്കമാൻഡ് വിളിപ്പിക്കുകയും അർഹമായ സ്ഥാനം നൽകുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അധികാരമുള്ളപ്പോഴുള്ള മുരളിയെയല്ല, അധികാരമില്ലാത്ത മുരളിയെയാണ് ഭയക്കേണ്ടതെന്ന് കേരള നേതാക്കൾക്ക് നന്നായി അറിയാം, പ്രത്യേകിച്ച് പത്മജ കൂടി പാർട്ടി വിട്ട സാഹചര്യത്തിൽ. അതിനാൽ പാർട്ടി ചുമതല നൽകി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ആരെ ഒതുക്കാനാണ് ഇനി അദ്ദേഹത്തെ ഉപയോഗിക്കുകയെന്ന് കണ്ടുതന്നെ അറിയാം.